അസാന്തെ കാക്ക. അസാന്തെ കാക്ക ഇത് ആഫ്രിക്കയിലെ ഒരു രാജ്യമായ ടാൻസാനിയയിലെ ഒരു ഭാഷയാണ്. ഇതിൻ്റെ അർത്ഥം വളരെ നന്ദി ചേട്ടാ, വളരെ നന്ദി സഹോദര, താങ്ക്സ് ബ്രദർ എന്നാണ്. ഈ ഒരു വാക്ക് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. കാരണം ടാൻസാനിയ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് കൺട്രീസിൽ ഒന്നാണ്. അതിലെ ദാരുസലാം എന്ന് പറയുന്ന സിറ്റി വേൾഡിലെ തന്നെ ടോപ്പ് 50യിൽ വരുന്ന ഒരു സിറ്റിയാണ്. ഇത്തരം എഡ്യൂക്കേറ്റഡും കൾച്ചറും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആഫ്രിക്കയിലെ ഒരു സിറ്റിയിൽ വെച്ച് ഞാൻ കണ്ട ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ സെയിൻറ്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന ദൂരം, അത് അവിടെ ഫുട്പാത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഹൃദയസ്പർശിയായ ഒരു സംഭവം എൻ്റെ കണ്ണുകളെ ഉടക്കി. സംഭവം മറ്റൊന്നുമായിരുന്നില്ല, വേദനിച്ച് വളരെയധികം അസ്വസ്ഥതകളായ എന്തോ അസുഖമായിട്ടാണ് ഒരു സ്ത്രീ ആ ഫുട്പാത്തിൽ കിടക്കുന്നുണ്ട്. തീരെ എഴുന്നേൽക്കുവാനോ ഒന്നും കഴിയാതെ വേദന കൊണ്ട് ഒരൽപ്പം മുഖം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വേദന കൊണ്ടാണ്. എങ്കിലും കരയുന്ന തൻ്റെ കൈക്കുഞ്ഞിന് അമിഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവൾ ആ വേദന സഹിക്കുകയും ആ കുഞ്ഞിന് മുല കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ആ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഫുട്പാത്തിൽ കിടക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഏകദേശം 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകൂടെ ഉണ്ട്. വളരെ വിശന്നിട്ടാണ് അവൻ കരയുന്നുണ്ട്. അവൻ്റെക്കാൾ താഴെയുള്ള ഈ കുഞ്ഞ് പാല് കുടിക്കുന്നത് നോക്കി ഇങ്ങനെ വെള്ളമിറക്കുന്ന ഒരവസ്ഥയിലാണ് ആ കുഞ്ഞ്. അവനും കരയുന്നുണ്ട്. നിസ്സഹായയായി അമ്മ കിടക്കുന്നുണ്ട്. ഒരൽപ്പം എന്തോ എൻ്റെ മനസ്സിനെ സ്പർശിച്ചപ്പോൾ ഞാൻ ഒരൽപ്പം നീങ്ങി നിന്ന് ആ ദൃശ്യം ശ്രദ്ധിക്കാൻ ഇടവന്നു. ഒരു 2 മിനിറ്റ് ഞാനത് നോക്കി നിൽക്കുമ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് 9 വയസ്സുകാരിയായ മറ്റൊരു കുട്ടി അങ്ങോട്ട് കടന്നു വരികയും ഒരു കപ്പ് വെള്ളം, ഒരു പ്ലാസ്റ്റിക് കപ്പിൽ വെള്ളവുമായിട്ട് കടന്നു വന്ന് ആ കിടക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മയെ ഒരൽപ്പം ചാരി എഴുന്നേൽപ്പിച്ച് ഇരുത്തി, അമ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാവിട്ട് കരയുന്ന 2 വയസ്സുകാരനെ പകുതി വെള്ളം കൊടുക്കുകയും ചെയ്തു. വാവിട്ട് കരയുന്ന 2 വയസ്സുകാരൻ ഒരൽപ്പം ശാന്തനായി. അമ്മയും അമ്മയുടെ മുഖവും ഒരൽപ്പം ശാന്തമായി. ഈ 3 പേരുടെയും, കൈക്കുഞ്ഞിൻ്റെയും അസുഖമായി കിടക്കുന്ന അമ്മയുടെയും 2 വയസ്സുകാരൻ്റെയും മുഖം ഒരൽപ്പം തെളിഞ്ഞപ്പോൾ ഈ 9 വയസ്സുകാരി പെൺകുട്ടി ഒരൽപ്പം അവരുടെ മുഖമൊന്ന് ആശ്വാസത്തോടെ അവളൊന്ന് നോക്കി. കഴിക്കുവാൻ ഭക്ഷണമില്ലാത്ത ഈ അവസ്ഥയിലാണ് പബ്ലിക് പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് ഇവർക്ക് 3 പേർക്കുമായിട്ട് കൊടുക്കുവാനായി ഈ പെൺകുട്ടി കടന്നു വന്ന് അവിടെ നിന്ന് ക്രോസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. തീർത്തും ഹൃദയഭേദകമാണ് ആ സംഭവം. ഒരൽപ്പം നോക്കി നിന്ന് ഞാൻ അകലെ നിന്ന് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ അപ്പോഴുണ്ടായിരുന്ന വെറും 1500 ഷില്ലിംഗാണ്, ടാൻസാനിയൻ ഷില്ലിംഗാണ്. അത് ഇന്ത്യൻ റുപ്പീസുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 50 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ കുട്ടിയെ വിളിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലായി ഞാൻ ഈ പൈസ കൊടുക്കാനാണ് വിളിക്കുന്നതെന്ന്. ആ പെൺകുട്ടി വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഈ 1500 ടാൻസാനിയൻ ഷില്ലിംഗ് ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞ വാക്കാണ്,
അസാന്തേ കാക്ക. അസാന്തേ കാക്ക. ഇതിനു മുൻപും ഞാൻ ആ വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ എൻ്റെ എന്തെന്നില്ലാത്തൊരു സന്തോഷം വെറും 1500 ഷില്ലിംഗ് കൊടുത്തപ്പോൾ എനിക്ക് ലഭിച്ചു. ഇത് വേദനിക്കുന്നവന്റെ വേദനയിലേക്ക് എൻ്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം കടന്നുപോയപ്പോൾ സൃഷ്ടാവായ ഈശ്വരൻ എനിക്ക് നൽകിയ സന്തോഷമാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് എനിക്ക് ലഭിച്ച സന്തോഷത്തിന്റെ അളവ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെയും നിന്റെയും മുൻപിൽ വേദനിക്കുന്നവർക്ക് നേരെ, എൻ്റെയും നിന്റെയും മുൻപിൽ വേദനിക്കുന്നവർക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് നാം കടന്നു പോകരുത് എന്ന ഒരു എളിയ സന്ദേശം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കാരണം ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലും വേദനിക്കുന്നവനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഴിയുന്നവനും ഉണ്ടാകുവാനുള്ള കാരണം അതിന്റെ ഉത്തരവാദിത്തം എനിക്കും നിനക്കുമാണ്. വിശുദ്ധ ബൈബിൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ എളിയവരിൽ, അതായത് ഈശ്വരന്റെ സൃഷ്ടിയായ ഈ സൃഷ്ടിയെ കാണാതെ കടന്നു പോകുമ്പോൾ നിന്റെ സൃഷ്ടാവായ നിന്റെ ഈശ്വരനെ തന്നെയാണ് നീ കടന്നു പോകുന്നത്. സഹജീവികളെ സ്നേഹിക്കാം. ഒരു പുതിയ നാളേക്കായി, ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിക്കാം.